അസ്സലാമു അലൈക്കും. കുറച്ച് ദിവസമായി ഞാനൊരു വീഡിയോ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു. പക്ഷേ അതിന് ശേഷം പാർട്ട് 2 ഇടാൻ പെട്ടെന്ന് സാധിച്ചില്ല. ഇപ്പോൾ പാർട്ട് 2 ഇടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടി കാത്തിരുന്നവർക്കൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവർക്ക് നന്ദി പറയുന്നു ആദ്യമായിട്ട്. അന്ന് ഞാൻ സംസാരിച്ചത് കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന കോഴിക്കോട് നായിബ് ഖാദിയായിരുന്ന എൻ്റെ വന്യ പിതാവും കൂടിയായിരുന്ന ആ മഹാനെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏതാനും കാര്യം ഞാൻ നിങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം വലിയ കവിയായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹത്തിന് പണ്ഡിതന്മാരുമായിട്ട് അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. ഒന്ന് പ്രധാനമായിട്ട് അദ്ദേഹം ഷംസുൽ ഉലമ സെക്രട്ടറി ആകുന്നതിൻ്റെ മുമ്പ് സെക്രട്ടറി ആയിരുന്ന പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അദ്ദേഹമായിട്ട് വളരെയധികം ബന്ധമായിരുന്നു. അതേപോലെ തന്നെ കണ്യത്ത് ഉസ്താദ്, ഷംസുൽ ഉലമ, അതുപോലെ കാന്തൂർ ഉസ്താദ്, ഇവരുമായിട്ടൊക്കെ വളരെ ബന്ധമുണ്ടായിരുന്നു. അവരെല്ലാം മിക്ക പണ്ഡിതന്മാരും വീട്ടിൽ വരാറുണ്ടായിരുന്നു. കാന്തൂർ ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ പല ഉസ്താദന്മാരും പഠിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പലതവണ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഉപ്പാനോട് ഒരുപാട് വിവാദ വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിക്കുക പതിവായിരുന്നു. ഒക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹം കുറച്ച് കാലം കൊണ്ട് ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തെ പരിചയമുള്ള എല്ലാവരും പറയുന്നു. ധാരാളം പദ്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ലാസ്റ്റിൽ എഴുതിയ പദ്യമാണോ ഇത് എന്ന്. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അബ്ദ ഉന്നൽമൻ ബിസ്മിഹില്ല ഹംദൻ അലാ നഇമാഇഹി വഅലാ നബിയിന സല്ലി അലൈഹി വസല്ലിം ദൗമ സലാമി സാഹിബിഹി കുല്ല മഖാമി അബ്ദ ഉന്നൽമൻ ബിസ്മിഹില്ല ഹംദൻ അലാ നഇമാഇഹി വഅലാ നബിയിന സല്ലി അലൈഹി വസല്ലിം ദൗമ സലാമി സാഹിബിഹി കുല്ല മഖാമി അക്മല ജൂദൻ ജൂദുഹു ഫീനാ ഔജബ ശുക്രൻ ഖബറുഹു ഹീനാ അബ്റസ ഇന്നല്ലാഹ മഅനാ ഔന ഖിബാമി യുബഇദു സൂഅ ശദാമി. അങ്ങനെ സുദീർഘമായൊരു പദ്യമാണത്. ഏത് പദ്യം പല ഭാഷയിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പല ട്യൂണിലും എഴുതിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം പഠിക്കാൻ പോകുന്ന സംഭവം, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വലിയ ധനികനായിരുന്നു, മീറാൻ കോയ. ബീരാൻ കോയ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം വലിയൊരു ധനികനും കച്ചവടക്കാരനായിരുന്നു, അല്ലാതെ പണ്ഡിതനൊന്നായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും അങ്ങനെ ഒരു 6, 7, 8 പിതാക്കന്മാർ, അവരെല്ലാം പണ്ഡിതന്മാരും. പക്ഷേ ഈ പറയുന്ന കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാരുടെ ഉപ്പ പണ്ഡിതനായിരുന്നില്ല, പക്ഷേ വലിയ ധനികനായിരുന്നു. മുമ്പൊക്കെ പറയാറുണ്ട്, ഒരു ആനയെ കുളിപ്പിച്ച് വരുന്ന സന്ദർഭത്തിൽ ആനയെ വിൽക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ വിൽക്കുന്ന പൈസ കൊണ്ടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കീശയിൽ നിന്ന് പൈസ അങ്ങ് എടുത്തു കൊടുത്തുന്ന അത്ര കഴിവുള്ള ആളായിരുന്നു. ഏതായാലും പിന്നീട് കച്ചവടത്തിൽ വളരെയധികം തകർച്ച സംഭവിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. ശക്തിയായ തകർച്ച കച്ചവടത്തിലെല്ലാം അങ്ങേയറ്റം വളരെയധികം അധപ്പതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതോ ഒരു ഷെയ്ഖോ വലിയോ ആരോ വന്നെന്ന് കേട്ടപ്പോൾ അദ്ദേഹം ചെന്ന് ചോദിച്ചു, ഞാനിങ്ങനെ കച്ചവടത്തിലേക്ക് വളരെയധികം അധപ്പതിച്ചു പോകുന്ന എന്താ കാരണം മനസ്സിലാകുന്നില്ല. അപ്പോൾ പറഞ്ഞാൽ അത് നിങ്ങളെ മകന് കിതാബ് ഓതാൻ പോകാൻ താല്പര്യമുണ്ട്. കിതാബ് ഓതാൻ പോവുക. അപ്പോൾ അങ്ങനെ ചിന്തയേ ഉണ്ടായിരുന്നില്ല എന്ന്. ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു മകനോട്, കിതാബ് ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കിതാബ് ഓതാൻ പോയത്. കിതാബ് ഓതാൻ പോയി. ആദ്യമൊക്കെ പഠിച്ചത് കിണാശ്ശേരി അവിടെയായിരുന്നു, ഒന്തനായി. പിന്നെ സ്കൂളൊക്കെ പഠിച്ച്, അതുപോലെ അവിടെയെല്ലാം ദർസിൽ പഠിച്ചു. പിന്നെ വാഴക്കാട് കോളേജിൽ പഠിച്ചു. അതിൻ്റെ ശേഷമാണ് വട്ടത്ത് പുതിയങ്ങാടിയിലേക്ക് പോയത്. മാത്രമല്ല പഠിക്കുന്ന കാലത്ത് ഈ സാധാരണ
അറബി ഭാഷയിലെ വ്യാകരണം പഠിക്കാൻ പള്ളി ദർസിലേക്ക് ഉപയോഗിക്കുന്ന മീസാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് 10-16 ദിവസം കൊണ്ട് ബൈഹാർട്ടാക്കി എവിടെ ചോദിച്ചാലും ഉടനെ പറയും. അങ്ങനെ അതും അതിൻ്റെ ശേഷമുള്ള നഹ്വിൻ്റെ കിതാബുകൾ മുഴുവൻ ബൈഹാർട്ടാക്കി കാണാപ്പാഠമാക്കി അന്ന് ചേരുമ്പോഴുള്ള സർവ്വ വിദ്യാർത്ഥികളെക്കാളും ഉയർന്ന പദവിയിലെത്തി. സ്വന്തമായിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു ചരിത്രം തന്നെ ഉണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അദ്ദേഹം ധാരാളം പഠിച്ചപ്പോൾ ഒരിക്കൽ ഒരു പദ്യം ഉണ്ടാക്കിയത്രേ. പദ്യം ഉണ്ടാക്കിയപ്പോൾ ഏത് കാലത്തും അസൂയാലുക്കൾ ഉണ്ടാവില്ല. കൂടെയുള്ളവരൊക്കെ പറഞ്ഞു അതിൽ തെറ്റുണ്ട്, വളരെയധികം ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് എന്ന്. അങ്ങനെ ആകെ പള്ളിയിൽ ബഹളായി എന്ന് പറഞ്ഞു. വട്ടത്തൂതിയങ്ങാടി എന്ന സംഭവം ആകെ ബഹളായി പള്ളിയിൽ. അങ്ങനെ പള്ളിയിൽ ബഹളമായപ്പോൾ ചെറിയ ഉസ്താദ് ചോദിച്ചാൽ എന്താ ബഹളം? അപ്പോൾ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു പദ്യം ഉണ്ടാക്കി, ഒരു പോയിട്രി ഉണ്ടാക്കിയിരുന്നു, അറബിയിലൊരു പാട്ട്, ഒരു പദ്യം ഉണ്ടാക്കി. അപ്പോൾ ചിലവർ പറഞ്ഞു ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാ പദ്യം കൊണ്ടാ ഞാൻ നോക്കട്ടെ. അപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞു മിസ്റ്റേക്ക് അവർ പറയുന്നത് പോലെ 7 തെറ്റുകളൊന്നുമില്ല, കുറച്ച് തെറ്റുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്താ തെറ്റല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടോ? എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ തെളിയിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്നും മിസ്റ്റേക്കില്ല, ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്കല്ല എന്ന് തെളിയിച്ചു കൊടുത്തപ്പോൾ അയാൾക്ക് വലിയ അത്ഭുതമായി. പക്ഷേ എന്നാലും ഒരു തെറ്റേതായാലും ഉണ്ട്, ഇല്ല തെറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആകെ ബഹളായി. കണ്ട ഉസ്താദിനോടും എതിർക്കുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ. അപ്പോഴത്തിന് ഒച്ചയും പടയും കേട്ടപ്പോൾ വലിയ ഉസ്താദ് കയറി വന്നു. വലിയ ഉസ്താദ് എന്ന് പറഞ്ഞാൽ സദഖത്തുൽ മുസ്ലിയാരുടെ ഉപ്പയായ കരിമ്പനക്കൽ പോക്കരട്ടി മുസ്ലിയാർ. അദ്ദേഹം ഒരു ഉരുകിനെ പോലത്തെ മഹാപണ്ഡിതനുമാണ്. ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു എന്താ പ്രശ്നം, എന്താണ്, എന്താ ഇവിടെ ബഹളം? അപ്പോൾ പറഞ്ഞു ആരും ഒന്നും മിണ്ടുന്നില്ല, 100-200 വിദ്യാർത്ഥികൾ. അപ്പോൾ പറഞ്ഞു ഞാനൊരു പദ്യം ഉണ്ടാക്കിയിരുന്നു, അതിൽ ചില മിസ്റ്റേക്കുകളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ബഹളം. എന്താ പദ്യം കൊണ്ടുപോവാ? അങ്ങനെ പദ്യം കൊണ്ടു കൊടുത്തു. അപ്പോൾ പറഞ്ഞു നോക്കി, ഒരു തെറ്റുണ്ട് ഇതിൽ, അത് കാര്യമായ തെറ്റാണ്, ഒരു തെറ്റ്, അല്ലാതെ 6, 7, 8, 10 തെറ്റുകളൊന്നുമില്ല, ഒരു തെറ്റ് ഉണ്ട്, അത് കാര്യമായ തെറ്റാണ്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ചോദിച്ചെന്താ തെറ്റല്ലാതെ ശരിയാണെന്നുള്ള വാദം ഉണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ എന്താ തെളിവ്? അപ്പോൾ പോയിട്ട് അൾമാറയിൽ നിന്ന് ചില കിതാബുകൾ എടുത്തു കൊണ്ടുവന്ന് ആ തെറ്റ് അല്ല എന്ന് തെളിയിച്ചു കൊടുത്തപ്പോൾ ഉസ്താദിന് അങ്ങേയറ്റം സന്തോഷമാവുകയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയും ഒരുപാട് പ്രശംസിക്കുകയും എല്ലാം ചെയ്തു അവിടെ വെച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ ഓർത്തു പോവുകയാണ്, പലവരും ഈ സംഭവം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പദ്യത്തിലും പലതരം പദ്യങ്ങൾ പലതരം ട്യൂണിലായിട്ടും. അന്ന് തേരശിവ എന്ന് പറയുന്ന ഒരു സിനിമാ ഗാനം ഇറങ്ങിയപ്പോൾ ആ ട്യൂണിലും അബ്ദൂറുസമ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പദ്യം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ ആധുനിക കാലഘട്ടത്തിലുള്ള പദ്യങ്ങളുണ്ടോ അതിൻ്റെ അതേ ട്യൂണിൽ ഇറക്കിയിരുന്നു. അതിനിടയിൽ ഇറക്കിയൊരു പദ്യമായിരുന്നു ആലിജുദിലി നാല ഫളിലിൻ ഹന്നാനു ബിനബയമന്നാനുലു അമാ ആലിജുദിലി നാല ഫളിലിൻ ഹന്നാനു ബിനബയമന്നാനുലു അമാ ഹമി തഹ്മി ദാമ ജിസ്മി ഖലാഖു ദഹ്ദനി ഖലാഖി സദമാ ആലിജുദിലി നാല ഫളിലിൻ ഹന്നാനു ബിനബയമന്നാനുലു അമാ ഹമി തഹ്മി ذام جسمي خلاك دخدني خلاك صدما بارت بري داء صدري ديانو غلم لريانو حكما ديانو غلم لريانو حكما صاري تسري دار جسري خسري أنا ورعبه منا وندما أنه رعبه منا وندما علي جدلي نعل فضل حنان بنا بيمنان لوما حنان بنا بيمنان لوما حمي تهمي ذام جسمي خلاك دهدني خلاك صدما خلاك دهدني خلاك صدما. പിന്നെ അദ്ദേഹത്തിന് പല സബ്ജക്റ്റുകളും പഠിച്ച് പിന്നെ ജിന്നുകളുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടുണ്ട്. ജിന്നുകൾക്ക് ദർസ് നടത്തിയെന്നൊക്കെ സാധനം പറയാറുണ്ട്. അപ്പോൾ ജിന്നുകൾക്ക്
ജിന്നുകളെ സംബന്ധിച്ചൊക്കെ അള്ളാഹു തആല ഖുർആനിലൂടെയൊക്കെ പറഞ്ഞതാണല്ലോ. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞില്ലേ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും എനിക്ക് ഇബാദത്തെടുക്കാൻ അല്ലാതെ സൃഷ്ടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇബാദത്തെടുക്കാനാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം ഖുർആൻ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ടതാണ്. ഇന്നിൽ നമ്മൾക്ക് പക്ഷേ പെട്ടെന്ന് കാണാൻ കഴിയില്ല. അവരുടേതായ കോലത്തിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയില്ല. അവർ പാമ്പിൻ്റെയോ മറ്റ് ജീവികളുടെയോ മറ്റു രൂപത്തിൽ വന്നാലേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ പിതാവ് ഇങ്ങനത്തെ കഥകളൊക്കെ മുമ്പേ പറഞ്ഞു തരുന്ന പതിവുണ്ടായിരുന്നു, ധാരാളം കഥകൾ. അപ്പം ഞാനാണെങ്കിൽ പഠിക്കുന്ന കാലമായപ്പോൾ ഞാൻ അക്കാലത്തൊക്കെ ഈ ഷേക്സ്പിയറുടെ ധാരാളം ഇംഗ്ലീഷ് സാഹിത്യം വായിക്കാറുണ്ട്. ഷേക്സ്പിയർ എഴുതിയ ദ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. അതിൽ ഈ ജിന്നുകൾ എന്ന് പറഞ്ഞ് ആരിയൽ എന്ന് പറഞ്ഞൊരു ജിന്നിനെ പറ്റി, ജിന്നിൻ്റെ ലോകം, അതൊക്കെ ഭാവന സങ്കല്പങ്ങൾ മാത്രമാണ്. അങ്ങനെ പല ആളുകളും എഴുതിയിട്ടുണ്ട്. നിരീശ്വരവാദികൾ, യുക്തിവാദികളൊക്കെ ഈ ജിന്നുകൾ, പിശാചുക്കൾ, പ്രേതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം മനുഷ്യൻ്റെ ഞരമ്പുകളിൽ നിന്നുണ്ടാകുന്ന ഒരു തോന്നലുകൾ മാത്രം, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ ജിന്നിനെ പറ്റിയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ പിന്നീട് അത്തരം ഗ്രന്ഥമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പാവം യുക്തിവാദി, നിരീശ്വരവാദികൾ ഇവരൊക്കെ ഉണ്ടല്ലോ, അവർ ഒരു സെക്ഷൻ മാത്രം അവർ വായിക്കുകയും ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. അവർ അറബി ഭാഷ പഠിച്ചിട്ട് യഥാർത്ഥമായ ധാരാളം ഗ്രന്ഥങ്ങൾ ഒരു മനുഷ്യൻ്റെ യുക്തിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ ആ വിജ്ഞാനം കരസ്ഥമാക്കണം, അതിലൂടെ വളരെയധികം വിജ്ഞാനം നേടണം എന്ന ഉദ്ദേശത്തോടു കൂടി യുക്തിക്കതീതമായിട്ട് തന്നെ ധാരാളം പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ സംഗതി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റത് എന്തും നമ്മുടെ ഈ കൊച്ചു യുക്തിയിൽ അങ്ങ് അടക്കിയിട്ട് അതിൽ സ്വീകരിക്കുന്നത്, അതിൻ്റെ പക്വതയിലുള്ളത്, അതിൻ്റെ അകത്തേക്ക് ഒതുങ്ങുന്നത് മാത്രം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ജിന്നുകളെ പറ്റിയൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരിക്കൽ പിതാവ് എന്നെ എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഈ ജിന്നുകളെ പറ്റി തന്നെ ധാരാളം നാം മനസ്സിലാക്കേണ്ടത്. അന്ന് എനിക്ക് പറഞ്ഞു തന്നത്, ഏതോ ഒരു പള്ളിയുണ്ട് അത്രേ. ആ പള്ളി രാത്രിയിൽ കിടന്നുറങ്ങിയാൽ പലവരും കിടന്നുറങ്ങില്ല പേടിച്ചിട്ട്. നേരം വെളുത്താൽ അവരൊക്കെ പള്ളിയിൽ കിടന്നുറങ്ങിയ ആളെ കാണില്ല. കബറും കാട്ടിൽ നിന്ന് അവർ എണീറ്റ് വരുന്നുണ്ടാകും. മുകളിൽ നിന്ന് വലിച്ചെറിയും, പള്ളീൻ്റെ മുകളിൽ നിന്ന് വലിച്ചെറിയുന്ന പതിവ് അന്ന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഒരിക്കൽ കുറച്ചാൾ നിസ്കരിക്കാൻ ഒരു പള്ളിയിൽ കയറി. അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് പള്ളിയിൽ കയറി. ചിലവർ മേപ്പട്ടേക്ക് നേരെ അങ്ങ് കയറിപ്പോയി സൗകര്യത്തിന്. ലാസ്റ്റിലുള്ള അയാൾ മേലോട്ട് കയറിയില്ല, അയാൾ താഴത്തുനിന്നാണ് നിസ്കരിക്കുന്നത്. പെട്ടൊരു ഭയങ്കരമായ ശബ്ദം കേട്ടു, ഒരു അട്ടഹാസം എന്തോ. അങ്ങനെ പോയി നോക്കുന്ന സന്ദർഭത്തിൽ മുകളിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറിയ അയാൾ കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. ഇയാൾ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറേ ആളുകളെയൊക്കെ രാത്രി സമയം വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞ്, ഞാനും വേറെ ചങ്ങായിയൊക്കെ ഉണ്ടായിരുന്നു, പള്ളിയിലേക്ക് ഒന്നുണ്ടാക്കിയിട്ട് കയറിയതാണ്, പിന്നെ ഭയങ്കര ഒരു അട്ടഹാസം കേട്ടിട്ടുണ്ട്. എന്തിന് അവിടെ പല സംഭവങ്ങളും ആ പള്ളിയിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് തിരഞ്ഞു നോക്കി, ഒരു സ്ഥലത്തും കാണുന്നില്ല. ലാസ്റ്റിൽ കോണിക്കൂട്ടിൻ്റെ ഇടയിൽ തല കുത്തനെ ചാരി വെച്ചിരിക്കുന്ന ആൾ മരിച്ചു പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ജിന്നുകൾ ഉപദ്രവിക്കുന്ന ജിന്നുകളുടെ കഥകൾ അനവധി അന്ന് ഞാൻ കേൾക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോഴേക്ക് ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുന്ന ഈ ഷേക്സ്പിയർ, അതുപോലെ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ബ്രട്രാൻഡ് റസ്സൽ എഴുതിയ വൈ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനി ആയില്ല എന്ന് പറഞ്ഞിട്ട് വൈ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ ദർ ആർ സോ മെനി നോവൽസ് വി ക്യാൻ റീഡ്. അനവധി നോവലുകളുണ്ട്, മലയാള സാഹിത്യത്തിലും ഉണ്ട്. അതിലൊക്കെ ഈ യക്ഷികൾ, അത് മനുഷ്യൻ്റെ ഈ ഞരമ്പിൽ നിന്ന് ചിലപ്പോൾ പേടിച്ചാലുണ്ടാകുന്ന ഒരു സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം എഴുതിയിട്ടുണ്ട് സൈക്കോളജിസ്റ്റുകളൊക്കെ. എന്നാൽ അതൊന്നുമല്ല സത്യം. നമുക്ക് അത്രമാത്രം മനസ്സിലാക്കിയാൽ ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ ഭാഗം നമുക്ക് നഷ്ടമാവും. നമ്മളെ ഈ കൊച്ചു യുക്തി, നമ്മളെ യുക്തി എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ. നമ്മൾക്ക് തൊട്ടടുത്തുള്ള കാണാൻ കഴിയും, 1 കിലോമീറ്ററിൻ്റെ അപ്പുറമുള്ള നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. കണ്ണിൻ്റെ ശക്തിക്കൊരു പരിധിയുണ്ടല്ലോ. അതുപോലെ തന്നെ കേൾവിക്ക് പരിധിയുണ്ട്. അടുത്തുള്ളതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും, വളരെ ദൂരത്ത് നമുക്ക് കേൾക്കാൻ കഴിയില്ല, അല്ലേ? അതുപോലെ ഒരു ഫാന് വളരെ സ്പീഡിൽ കറങ്ങുമ്പോൾ ആ ഫാനിൻ്റെ ലീഫ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം നമ്മുടെ തിരിച്ചറിയലിനൊക്കെ പരിധിയുണ്ട്. അപ്പം നമ്മുടെ യുക്തിക്ക് യോജിച്ച് മാത്രം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വിജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്തെങ്കിലും ആവട്ടെ, ആവശ്യം അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പള്ളീൻ്റെ മുകളിൽ കിടന്നുറങ്ങുക, അവിടെ ആരും കിടന്ന് ഉറങ്ങാറില്ല. അപ്പോൾ അർദ്ധരാത്രി ആയിരിക്കുന്നു, ആരുമില്ല. ഞാനിങ്ങനെ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞതാ,
ഈ എന്തോ എൻ്റെ നെഞ്ഞുമ്മൽ ആരോ അമർത്തുന്നത് പോലെ, ശക്തിയിൽ അമർത്തും പോലെ. അപ്പോൾ ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ 2 നക്ഷത്രങ്ങളാണ് ഞാനിങ്ങനെ കാണുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ ഒരു ജിന്ന് വന്നിട്ട് എൻ്റെ നെഞ്ഞത്ത് 2 കൈ കൊണ്ട് അമർത്തുകയാണെന്നും കാണുന്ന നക്ഷത്രമല്ല അവൻ്റെ 2 കണ്ണുകളാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആരടാ എന്ന് പറഞ്ഞൊരു പിടുത്തം പിടിച്ചു. അതോടി പിന്നെ ഒന്നും ഉണ്ടായില്ല. കാരണം ധൈര്യമുള്ളതുകൊണ്ട് പേടി എന്നുള്ളൊരു സംഗതി എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് സംഭവം. അതുപോലെ ഒരിക്കൽ മറ്റൊരു സംഭവം പറഞ്ഞു. തിരൂര് ഉണ്ടായിരുന്ന സംഭവം. അന്ന് ഈ ജിന്നിൻ്റെ ഹാദറാത്തുകൾ, ജിന്നിൻ്റെ ശാസ്ത്രങ്ങൾ, ജിന്നിനെ സംബന്ധിച്ചുള്ള അറിവുകൾ, അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ വായിക്കുമായിരുന്നു. അവരെ വൈദ്യശാസ്ത്രങ്ങൾ ധാരാളമായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞു, മുമ്പ് പിന്നെ തിരൂര് ഒരു പെണ്ണുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു സ്ത്രീയാണ്, വളരെ ഭംഗിയുള്ള സ്ത്രീയാണ്, സാമ്പത്തികമായിട്ട് വലിയൊരു കുടുംബത്തിലുള്ള പെണ്ണാണ്. പക്ഷേ ആ പെണ്ണ് എന്താവോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിന് രോഗം വന്നപ്പോൾ അവർക്ക് പൈസ ഒരു പ്രശ്നമേ അല്ല, ധാരാളം ചികിത്സ നടത്തി നോക്കി, പക്ഷേ യാതൊരു ഫലവുമില്ല. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 കാലും ചുരുണ്ടുപോയി. ഇത്രയും വളരെ ആരോഗ്യദൃഢഗാത്രയായ ആ സ്ത്രീയുടെ 2 കാലും ചുരുണ്ടുപോയി. പിന്നെ അതിന് നടക്കാൻ കഴിയില്ല. ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞുകൊണ്ട് നടക്കും. ഒരുപാട് പശുക്കളുണ്ട് അത്ര കാലത്ത്, അതൊക്കെയാണല്ലോ വലിയ സ്വത്ത്. ഈ പശുക്കളെയൊക്കെ അത് നിരങ്ങി പോയിട്ട് അവിടേക്ക് കൊണ്ടുപോയി കിട്ടുകയൊക്കെ ചെയ്യും. പശുക്കൾക്കൊക്കെ ഓളോട് വലിയ ഇഷ്ടമാണ്, ഇങ്ങനെ ഇണങ്ങിച്ചേർന്ന മൃഗമാണല്ലോ. ആ രൂപങ്ങളൊക്കെയാണ്. പക്ഷേ ഈ 2 കാലും ഇങ്ങനെ അവരെ കൊണ്ട് കഴിയുന്ന പോലെയുള്ള സർവ്വ ചികിത്സയും നടത്തി നോക്കി, യാതൊരു ഫലവുമില്ല. അവസാനം ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക്, കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാരുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു എൻ്റെ പെങ്ങൾക്ക് ഭയങ്കര, അപ്പോൾ ആങ്ങളന്മാരൊക്കെ നല്ല ആരോഗ്യ ദൃഢഗാത്രയുള്ള നല്ല ശക്തന്മാരായ ആളുകളാണ്, നല്ല പൈസക്കാരാണ്. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ സുഖമില്ല, നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചികിത്സയൊക്കെ നന്നായിട്ട് അറിയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അപ്പോൾ പറഞ്ഞു, ഞാൻ നേരിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ ചികിത്സിക്കുക, മന്ത്രിക്കുക അങ്ങനത്തെ ഞാൻ ചെയ്യില്ല, പക്ഷേ ഞാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരാളെ ഞാൻ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചു. നല്ല ഒരു പണ്ഡിതനുമാണ്. അദ്ദേഹത്തിന് എൻ്റെ പിതാവാണ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു അവളോട്, അവളെ മന്ത്രിക്കണം, കുറേ ദിവസം ശക്തിയായിട്ട് മന്ത്രിക്കാൻ ആ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മന്ത്രിച്ച് അവളോട് ചോദിക്കണം, നിങ്ങൾ എന്തെങ്കിലും രഹസ്യമായി സൂക്ഷിച്ചു വെക്കുന്നുണ്ടോ, ആരെങ്കിലും നിങ്ങൾ രാത്രി കാണാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞേ അങ്ങനത്തെ യാതൊന്നുമില്ല, അതൊന്നും പോരെ, നിങ്ങൾ പറയുക തന്നെ വേണമെന്ന് വളരെ നിർബന്ധിച്ചു. അപ്പോൾ പറഞ്ഞെന്നാൽ ഞാൻ പറയാം, എല്ലാവരും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ സ്വന്തം ഒരു റൂമിലാണ് കിടക്കുക പതിവ്. അങ്ങനെ എൻ്റെ റൂമിൽ ഞാൻ സ്വന്തം ഇങ്ങനെ കിടക്കുമ്പോഴും എൻ്റെ സഹോദരിയുടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടി എൻ്റെ കൂടെയേ ഉറങ്ങുള്ളൂ, എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പം എൻ്റെ കൂടെയാണ് ഉറങ്ങുക, അതിൻ്റെ ഉമ്മാൻ്റെ കൂടെ അല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് കിടത്തുകയും ചെയ്യും. അപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങി അർദ്ധരാത്രിയായാൽ ഈ പാക്കിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ മിന്നാമിനുങ്ങ് പോലെ ഒരു ചെറിയ വെളിച്ചം കാണും. അന്നൊന്നും വാർപ്പില്ല, മരം കൊണ്ട് ആണല്ലോ പാക്കിടുക ഒക്കെ ചെയ്യൽ. ഒരു ചെറിയ പ്രകാശം, മിന്നാമിനുങ്ങ് പോലത്തെ ഒരു ചെറിയ പ്രകാശം ഞാൻ കാണും. ആ പ്രകാശം പിന്നെ വലുതായി ഒരു നല്ല ഒരു പുരുഷൻ, ഒരു യുവാവായി മാറും. കൊമ്പം മീശയുള്ള നല്ല ഹൈറ്റും വെയിറ്റുള്ളൊരു മനുഷ്യനായി മാറും. എന്നിട്ട് എന്നോട് പറയും, ഈ കുട്ടിയെ നിങ്ങളുടെ അടുക്കൽ കിടത്തരുത് എന്നെപ്പോഴും എന്നോട് ഉപദേശിക്കുകയും ചെയ്യും. എന്നെ കണ്ട കാര്യം ആരോടും പറയുകയും ചെയ്യരുത് എന്ന് ശക്തിയായി എനിക്ക് താക്കീതും ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒപ്പിയായിട്ട് കണ്ടു. അപ്പോൾ എന്തോ ഒരു എഴുത്ത് കൊടുത്തു. ആ വരുന്ന ആളെ കയ്യിൽ ഈ എഴുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആങ്ങളന്മാരോട് പറഞ്ഞു, സഹോദരന്മാരോട് പറഞ്ഞു, അവർ നല്ല ധൈര്യവാന്മാരും നല്ല ശക്തരുമാണ്, ഇന്ന് നിങ്ങൾ പെങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ പുറത്ത് നിങ്ങളെല്ലാവരും കിടക്കണം, നിങ്ങളെല്ലാ ആങ്ങളന്മാരും കിടക്കണം. റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല ശബ്ദവും കേട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ വാതിൽ തുറന്ന് നിങ്ങളകത്തേക്കാണ്ട് കിടക്കണം എന്ന് പറഞ്ഞു. അല്ലാഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെങ്ങൾ ബാക്കിയുണ്ടാവില്ല. റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ എഴുത്തും കൊടുത്ത് ഇവർ കാത്തിരുന്ന് അർദ്ധരാത്രിയായപ്പം ഭയങ്കരമായ ഒരു അട്ടഹാസം റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടുന്ന ഭയങ്കര ശബ്ദം. അപ്പോൾ ഇവർ വാതിൽ തുറക്കാൻ വേണ്ടി തുറക്കില്ല. അങ്ങനെ ഇവർ ചവിട്ടിത്തെ എല്ലാം കൂടിയായി തുറന്നു. വാതിൽ തുറന്നപ്പോൾ അവൾ വിരലോണ്ട് കാണിക്കുന്നത് അതാ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ പുറത്തേക്ക് കട്ടിലിൻ്റെ താഴത്ത് വീണ് കിടക്കുന്നുണ്ട്.
അപ്പോൾ ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ പറഞ്ഞു ആ ആൾ വന്നപ്പോൾ ഈ എഴുത്ത് ഞാൻ കൊടുത്തു. എന്നിട്ട് വായിച്ചോ? ഇല്ല, എഴുത്ത് കൊടുക്കുമ്പോഴത്തേനും ഒരൊറ്റ കയറി ഈ കുട്ടീനെ എടുത്തിട്ടിരുന്നു. കാരണം എഴുത്ത് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തേക്ക് ഞാൻ ഈ രഹസ്യം പറഞ്ഞു എന്ന് മനസ്സിലായല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് എറിഞ്ഞതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആകെ പേടിച്ച് സ്ത്രീ ഇങ്ങനെ വിറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിന് വേണ്ട ചികിത്സ ചെയ്തു. 10, 15, 40 ദിവസം എന്നാണ് തോന്നുന്നത് അതിനെ മന്ത്രിച്ചു. അങ്ങനെ 10-40 ദിവസത്തോളം മന്ത്രിച്ചപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അത് പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊല്ലും. ആ മന്ത്രിക്കുന്ന ആളോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കുറേ പേടിപ്പിച്ചു. പക്ഷേ ആൾ നല്ല ധൈര്യവാനാണ്. ഞാൻ നിങ്ങളെ കഥ കഴിക്കും, കൊല്ലും എന്നൊക്കെ ഭയങ്കരമായി പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംഭാഷണങ്ങൾ നടത്തി. അപ്പോൾ പറഞ്ഞ്, നിങ്ങൾ എന്തിനാണ് ഈ അന്യ സ്ത്രീയുടെ ശരീരത്തിൽ വന്ന് കൂടിയത്? അപ്പോൾ പറഞ്ഞ അതിന് പല കാരണങ്ങളുണ്ട്, വെറുതെ കൂടിയതൊന്നുമല്ല. അപ്പോൾ ഈ പെണ്ണിൻ്റെ കാലിങ്ങനെ ചുരുട്ടിയത് നിങ്ങളാണോ എന്ന് ഈ ജിന്നിനോട് ചോദിച്ചു. ആ സ്ത്രീയാണ് സംസാരിക്കുന്നത്. അതെ, ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നോട് പെട്ടെന്ന് ഒരു പോയിൻ്റ് വിട്ടുപോയി. ഒരു തുണി കൊണ്ട് ഈ സ്ത്രീയെ ആകെ മൂടുമായിരുന്നു. അറബിയിൽ പലതും എഴുതാനുണ്ട്. എന്നിട്ട് കാലിൻ്റെ ഭാഗം മുതൽ ഈ മൂടിയതായ ഈ പുതപ്പ് പോലത്തെ തുണി ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നിട്ട് തലവരെ എത്തിക്കും. അങ്ങനെ തലവരെ എത്തിക്കഴിഞ്ഞ ശേഷം മുടിക്ക് ഒരു കെട്ട് കെട്ടും. ആ സമയത്താണ് ഇതിങ്ങോട്ട് ഉറഞ്ഞ് പറയലൊക്കെ തുടങ്ങിയത്. ഞാൻ നിങ്ങളെ കൊല്ലും, അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും, ഇപ്പം കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ കത്തി ഊരി. ഇയാളായിരുന്നു കത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരിടും എന്ന് പറഞ്ഞ് കത്തിയൊക്കെ ഊരിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ അന്യ സ്ത്രീയുടെ ശരീരത്തിൽ വരാൻ കാരണം? അതിന് കാരണമുണ്ടെന്ന് പറഞ്ഞു. എന്താ? അത് ഇവളുടെ ഉപ്പാപ്പ, ഞങ്ങളുടെ ഒരു ചുടല, ഞങ്ങളുടെ ഒരു ലോകം, കുറേ കാടുകളും മറ്റുള്ള ഒരു ലോകം, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇവളെ ഉപ്പാപ്പ പൈസ കൊടുത്ത് വാങ്ങി. എന്നിട്ട് അവിടെയൊക്കെ വെട്ടിത്തെളിച്ചു. അതാ കാരണം. അതിന് ഇവളെ ഉപ്പാപ്പ വാങ്ങിയതിന് ഇവളെ എന്തിനു ഉപദ്രവിക്കുന്നത്? അതിന് കാരണം അയാൾക്ക് ഈ പെണ്ണിനോട് ഭയങ്കര സ്നേഹമാണ്. ഈ ഉപ്പാപ്പാക്ക് ഈ ചെറിയ മോളോട് വലിയ ഇഷ്ടമാണ് ഈ പെണ്ണിനോട്. അതുകൊണ്ടാണ്. അത് ഇവൾ നിരപരാധിയല്ലേ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞല്ല, വേറെയും തകരാറുണ്ട് പറഞ്ഞു. എന്താ? ഞാനൊരു ഇരുട്ട് കടലിലുള്ള രാജാവാണ്. ഇരുട്ട് കടലിലുള്ള രാജാവാണ്. ഞാനും എൻ്റെ മന്ത്രിമാരും രഥത്തിൽ തേരിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവളുടെ വീട്ടിൻ്റെ കിച്ചൻ്റെ അടുക്കളയുടെ അടുത്തുകൂടി പോകുമ്പോൾ ഇവൾ മത്സ്യം മുറിച്ചിട്ട് കഴുകിയിട്ടുള്ള വെള്ളം എൻ്റെ മുഖത്തേക്കാണ് പാർന്നതെന്ന് പറഞ്ഞു. ഒരൊറ്റ പറയൽ. അങ്ങനെ രാജാവായ എൻ്റെയും മന്ത്രിമാരെയൊക്കെ മേത്തായി. ഞാൻ ആകെ വഷളായിപ്പോയി മന്ത്രിമാരുടെ ഇടയിൽ. അത്ര വഷളായിപ്പോയി ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിവളെ തെറ്റല്ലല്ലോ. ജിന്നുകളായ നിങ്ങൾ നമ്മളെ കാണും, പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടത് തെറ്റല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ പിൻവലിക്കണം. എന്നാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ആയത്തും ഹദീസും പലതും കൊതിയിട്ട് പറഞ്ഞു. എന്നാൽ ഞാൻ പോകാൻ തയ്യാറാണ്, ഈ സ്ത്രീയിൽ നിന്ന് പോകാൻ തയ്യാറാണ്. അല്ല, ചോദിക്കട്ടെ, നിങ്ങൾ തന്നെയാണോ ഈ കാല് ചുരുട്ടിയത്? അത് ഞാൻ തന്നെയാണ്. എനിക്കതിൽ സംശയമുണ്ട്. നിങ്ങൾ തന്നെയാണ് ഈ കാലിങ്ങനെ ചുരുണ്ട നിലയിലാക്കിയതെങ്കിൽ ആ കാലൊന്ന് നേരെയാക്ക്. അത് പറയേണ്ട താമസം ഈ പെണ്ണൊരൊറ്റ എണീക്കൽ, കാല് ബ്ലും എന്ന് പറഞ്ഞിട്ട് ഈ ചുരുണ്ടു പോയ കാല് ഒരിക്കലും നന്നാവില്ല എന്ന് ഡോക്ടർമാരൊക്കെ അഭിപ്രായപ്പെട്ടിരുന്ന ഈ കാല് രണ്ടും അങ്ങോട്ട് കാല് നേരെയാവുകയും പിന്നെ അവരെ ഭാഷയിൽ പറയുകയാണ്, ഈ പെണ്ണ് ചന്തിയും കുലിക്കൊരു നടത്തം ഈ റൂമിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മതിയോ എന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പ് കിട്ടിയല്ല ഈ പറയുന്നത് ശരിയല്ല. എന്നാൽ പിന്നെ അടുത്തതായി പറയാനുള്ളത്, നിങ്ങൾ പോകണം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറാണ്. അപ്പോൾ പറഞ്ഞ് ഞാൻ പോകാൻ തയ്യാറാണ്, പക്ഷേ ഈ രണ്ട് കാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും. കാലിങ്ങനെ തന്നെ ഉണ്ടാവുകയാണ്, പിന്നെ പോയിട്ട് എന്ത് ഫലം? എന്നാൽ പോട്ടെ, രണ്ട് കാല് റെഡിയാവാം, രണ്ട് കയ്യും ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് പറ്റില്ല, രണ്ട് കയ്യും അങ്ങനെ ആയി പോകും. എന്നാൽ രണ്ട് കണ്ണും കാണൂല, എന്തെങ്കിലും നമുക്ക് വേണം, അതും പറ്റില്ല. അങ്ങനെ പിന്നെയും കുറേ നേരം സംഭാഷണം ചെയ്ത് അവസാനം പറഞ്ഞു, എന്നാൽ രണ്ട് ചെവി കേൾക്കൂല, എന്തെങ്കിലും ഒരു വികലാങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ പോവുള്ളൂ, രണ്ട് ചെവിയും കേൾക്കൂല. അപ്പോൾ പറഞ്ഞു അതും ശരിയാവില്ല. അങ്ങനെ ലാസ്റ്റിൽ പറഞ്ഞു, എന്നാൽ ഒരു ചെവി കേൾക്കൂല. അപ്പോൾ ഈ ഉസ്താദ്
സഹോദരന്മാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്ത് നിങ്ങളെന്താ അഭിപ്രായം പറയുന്നത്? കാലും ഇതൊക്കെ സംഗതി ശരിയാവും, ഒക്കെ റെഡിയാവും, പക്ഷേ ഒരു ചെവി കേൾക്കില്ല, അല്ലാതെ പറ്റില്ല. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, ഒരു ചെവിയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അതോടുകൂടി പോവുകയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ചെവിയും കേട്ടു. അതിനെന്നെ ചിലപ്പോൾ വിഷമം തോന്നിയതായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് കഥകൾ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മനസ്സിലാക്കും ഈ ഷേക്സ്പിയറും അതുപോലെ ധാരാളം ചാർലസ് ഡിക്കൻസ് ഇതുപോലത്തെ ഇംഗ്ലീഷിൽ എത്ര എഴുത്തുകാരുണ്ട്, മലയാളത്തിൽ എഴുത്തുകാരുണ്ട്, അതുപോലെ എത്ര യുക്തിവാദി നിരീശ്വരവാദി, ഇവരൊക്കെ എത്രയോ നോവലുകളും എന്തെല്ലാം യക്ഷിക്കഥകളും ഇതൊക്കെ പറയുന്ന ഇതെല്ലാം ആയിരിക്കുമെന്ന് തോന്നല. പക്ഷേ ഈ സംഗതികളുമായി ബന്ധപ്പെട്ട ജിന്നിൻ്റെയും മറ്റും ഗ്രന്ഥങ്ങൾ പലതും നോക്കുമ്പോൾ നമ്മൾക്ക് ഈ മറ്റുള്ള വ്യക്തികൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാത്തവർക്ക് എന്തൊരു നഷ്ടം എന്ന് അവർ പ്രത്യേകമായി ഇത് വായിച്ച് മനസ്സിലാക്കണ്ടേ. അത് വായിച്ച് മനസ്സിലാക്കിയില്ല. മനസ്സിലായോ? സൈക്കോളജീൻ്റെ ഒക്കെ ഒരു ഭാഗം മാത്രമേ അവർ നോക്കിയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും ഉള്ളതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ജിന്നുകളുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കോഴിക്കോട് മാങ്കാവിൻ്റെ അടുത്തൊരു പലോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പലോത്ത് കുളം, വലിയൊരു കുളം ഉണ്ടായിരുന്നു. അത്ര ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കുളത്തിൽ ആരും മുങ്ങില്ല. അപ്പോൾ ഉപ്പാനോട് പറഞ്ഞത്രേ, നിങ്ങൾക്ക് ഈ ജിന്നിനൊന്നും പേടിയില്ലല്ലോ? ഇല്ല. എന്നാൽ ഈ കുളത്തിൽ മുങ്ങിയിട്ട് മണ്ണ് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുളത്തിലേക്ക് മുങ്ങിയിട്ട് അടിയിൽ നിന്ന് മണ്ണ് ഏറ്റ് വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ? കണ്ട് അവിടെ കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുളത്തിൻ്റെ അടിയിൽ കുറച്ച് നല്ല സുന്ദരികളായ കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ കിടക്കുന്നത് ജിന്നുകളാണ്. അപ്പോൾ അങ്ങനെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല വിജ്ഞാനങ്ങളും ഉണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ ഈ നിസ്കരിക്കാത്ത ചില ഔലിയാക്കന്മാരെന്ന് പറഞ്ഞിട്ട് ചില കള്ളന്മാരുണ്ടാവുമല്ലോ. ആദ്യം ചിലപ്പോൾ ഒരു വലിയ മഹാന്മാരായിരിക്കും, വലിയ പണ്ഡിതന്മാരായിരിക്കും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അവരെ നിസ്കാരം ആരും കാണായിട്ടാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഷെയ്ഖന്മാർ പുറപ്പെട്ട കാലമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും കള്ള ഷെയ്ഖന്മാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ബാധിക്കാനായിട്ട് പോകും അത്രേ. അങ്ങനെ ഒരു ഷെയ്ഖിനെ കാണാൻ പോയ കഥ എന്നോട് പറയുകയുണ്ടായി. ഷെയ്ഖിനെ കാണാൻ പോയപ്പോൾ കൂടെയുള്ള പണ്ഡിതന്മാരോട് പറഞ്ഞു, ഞാൻ സംസാരിക്കും, നിങ്ങളാരും സംസാരിക്കരുത് കേട്ടോ. കണ്ടവർ എന്നെ പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് തന്നെയല്ലേ വരുന്നതെന്ന്. അപ്പം പറഞ്ഞു, അവിടുന്ന് തന്നെ. എവിടെയും അത് ഞങ്ങൾ പറയില്ല, നിങ്ങൾ തന്നെ പറ, എവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ പറയണം. അങ്ങനെ അവസാനം ആ ഷെയ്ഖ കുടുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലവർ പറഞ്ഞു, അതല്ല, അതൊരു നിസ്കാരവും നല്ല നമ്മൾ കാണായിട്ടാണ്. ഒരു പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ അവർ പല രൂപങ്ങളുണ്ടാവുമല്ലോ, അപ്പം കാണായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും കാണില്ല. അവർ ഭക്ഷണം കഴിക്കുന്നതും കാണില്ല, നിസ്കാരത്തിൻ്റെ സമയം കഴിയുമ്പോൾ അതറിയില്ല, ഭക്ഷണത്തിൻ്റെ സമയം കഴിയുമ്പോൾ അവരറിയില്ല. എല്ലാറ്റിനും അവർക്ക് അള്ളാഹു എന്നുള്ള ഒരൊറ്റ ചിന്തയേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇത് ചില കള്ളന്മാരെന്ന് പറഞ്ഞാൽ അവർ നിസ്കാരമില്ല, നിലയില്ല. ആദ്യം ചിലപ്പം ഒരുപാട് നിസ്കാരക്കാരൊക്കെ ആയിരിക്കും. അങ്ങനെ യാതൊന്നുമില്ല. ഭക്ഷണം കഴിക്കാത്തവരറിയുന്നുണ്ട്, ചികിത്സ ചോദിച്ചാൽ അവർ മറുപടി പറയുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. അങ്ങനത്തെ ചില ആളുകൾ വന്നപ്പോൾ അവരെയൊക്കെ എതിർക്കാനായിട്ട് ധാരാളം പോകാറുണ്ടായിരുന്നു. മാത്രമല്ല അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. കെൻസുൽ ബറാഹീന്, ഈഖാദുൽ ഹിമം, മബാഹിസ്, ധാരാളമുണ്ട്. കാനത്ത് അലാമു ജറദി സിയാമി വല്ലാന ഫീ മുജറദി താമി. അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുണ്ടായിരുന്നു. കാനത്ത് അലാമു ജറദി സിയാമി, അവരെപ്പോഴും നോമ്പുകാരായിരുന്നു. അവർ പകൽ നോമ്പുകാരും രാത്രി നിസ്കാരക്കാരും, അങ്ങനെ വിഭാഗത്തിൽ എത്ര മഹാന്മാരുണ്ട്. വല്ലാന ഭീമോ ജറദി താമി. ഇന്നോ വെറും ഭക്ഷണത്തിലാണ് വരുന്നത്. റമദാൻ മാസമായാലും കൂടി അത് കാണായിട്ടാണ് നമ്മൾ എന്നും പറഞ്ഞ് അവർ നോമ്പ് വയ്ക്കുന്ന എത്രയോ കള്ളന്മാരായ ഷെയ്ഖന്മാരുണ്ടെന്ന് കാണാൻ കഴിയും. അങ്ങനെ അത്തരം ആളുകളോടൊക്കെ ശക്തിയായിട്ട് എതിർത്തിരുന്നു. ഞാൻ പറഞ്ഞതിന് മുമ്പ് ഞാൻ മറ്റേ TK അബ്ദുള്ള മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയ ആളോട് ഒരിക്കൽ പറയുകയുണ്ടായി, ഇങ്ങനത്തെ ഷെയ്ഖന്മാരെ പറ്റി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, എന്ത്, അതിന് ഞാൻ ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അദ്ദേഹത്തിൻ്റെ അത്ര ഈ തസവുഫ് ഇത്തരം ഗ്രന്ഥങ്ങൾ നോക്കി ഒരാളുണ്ടോ എന്ന് സംശയമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആളെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെൻ്റെ പിതാവാണെന്ന് പറഞ്ഞു. എന്നിട്ടാ എന്ന് ചോദിച്ചാൽ അങ്ങനെ. അപ്പോൾ ഇത്തരം ഏതൊരു വിഷയത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇന്ന് എൻ്റെ അടുത്തുണ്ടായ ഗ്രന്ഥം, മനസ്സിലായോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇദ്ദേഹം പല വിഷയത്തിലും അപാരമായ പാണ്ഡിത്യമുള്ള മഹാനായിരുന്നു. ധാരാളം കാര്യങ്ങൾ, സംഗതികൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു.
പദ്യം അതേപോലെ പിന്നെ എത്ര വലിയ ഫറായിദിൻ്റെ മസലയിലൊക്കെ അതീവ പിന്നെ വിജ്ഞാനം നേടിയ വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയിട്ട് 1996 മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു മാഫുറഹു വലന. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മഹാനായിരുന്നു. قیس دنیا چاچڑا ہے یا محمد مصطفیٰ دین کے مارک بتا ہے یا محمد مصطفیٰ قیس دنیا چاچڑا ہے یا محمد مصطفیٰ دین کے مارک بتا ہے یا محمد مصطفیٰ بھاگیارے جمع سرما صبح یا رسول اللہ اب شکوہ ہمراہ خدا کلمہ نبی اللہ اگر مؤمن مسلمانی اگر دردین رحمانی اگر خرمل ارکانی منارت یا رسول اللہ قیامت کے ٹٹمٹل ہے کنار مجسار وسلم ہے امر ٹرٹل کو خاتا ہے اجل جل یا رسول اللہ. അദ്ദേഹം അവസാനം എഴുതിയ പദ്യം തോന്നുന്നു. അതിൽ തന്നെ അദ്ദേഹം പറയുന്നല്ലോ അവ്വലു ഖൽഖില്ലാഹി വുജൂദൻ. ആദ്യത്തെ സൃഷ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിച്ച നബീൻ്റെ പ്രകാശമാണല്ലോ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പദ്യത്തിൽ പറയുന്നു. അവ്വലു ഖൽഖില്ലാഹി വുജൂദൻ ആഖിരിൽ അംബിയാഇ വുലൂദൻ ശർഅഹു യബ്ഖാ കുല്ല സമാനിൻ ദൂന ഫിസാമി യുശ്രികു തഹ്ത നിളാമി. എന്നിട്ട് അവസാനം അവ്വലു ഖൽഖില്ലാഹി വുജൂദൻ ആഖിരിൽ അംബിയാഇ വുലൂദൻ ശർഅഹു യബ്ഖാ കുല്ല സമാനിൻ ദൂന ഫിസാമി യുശ്രികു തഹ്ത നിളാമി. എന്നിട്ട് ലാസ്റ്റിൽ പറയുന്നുണ്ട് അദ്ദേഹം റസൂലുള്ളാഹിനെ സംബന്ധിച്ച് വർണ്ണിച്ചിട്ട് പിന്നെ ഈ വർഷങ്ങളൊക്കെ പറയുമ്പോൾ അഭിജതിൻ്റെ രൂപത്തിലാണ് പദ്യത്തിൽ. പിന്നെ ഉർസില ലമ്മാ ബലഗ സിനൂഹു അദദൽ യമീമിൻ സുമ്മ ദൗദു ഫഖറജ മഅ്മൂറൻ ബിയദം മിൻ ബലദി ഹറാമി വനസല മദദ കിറാമി യുബ്അസു യൗമൽ ഹശ്രി ശഫീയൻ يحمد فيه الخلق جميعا أول كل الخلق فيحيى يوم قيامه يكرم فوق أنامه صلى الله عليه سلاما سلم وعلى الآل نظاما يختم عبد الله هماه داب أغامي ختم بحسن ختامي. അങ്ങനെ ഇനിയും ധാരാളം അദ്ദേഹത്തിൻ്റെ മദഹുകൾ പറയാറുണ്ട്. ശംസുല്ലമയൊക്കെ വന്നാൽ പലപ്പോൾ സമസ്തൻ്റെ യോഗത്തിനൊക്കെ ക്ഷണിച്ചാൽ പറയും. മറ്റൊക്കെ പറവണ വിധിമുട്ടി വലിയൊരു മരണപ്പെട്ടപ്പോൾ ആ സ്ഥാനത്തേക്ക് സെക്രട്ടറിയായി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കഴിയില്ല, എനിക്ക് പല സുഖമില്ല, ഇങ്ങനെ പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ കിതാബുകൾ കൊണ്ട് നമ്മളെ സഹായിക്കുക. ശംസുല്ലമൻ്റെ പിതാവുമായിട്ട് വലിയ ടച്ചായിരുന്നു. കോയക്കുട്ടി വലിയൊരായിട്ടും വലിയ ടച്ചായിരുന്നു. കോയക്കുട്ടിയിലേറെ മോനെന്നാണ് പറയുക ശംസുല്ലമാനെ പറ്റി. അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ്. കന്നിത്ത് ഉസ്താദ് പിന്നെ എൻ്റെ ഉപ്പ ദർസ് നടത്തിയ ആ പള്ളിയുടെ തൊട്ടടുത്ത് മരക്കച്ചവടം ചെയ്യായിരുന്നു ആ കാലത്ത്. ആര് കന്നിത്ത് ഉസ്താദ് പണ്ഡിതനാണ്, എന്നിട്ട് മരക്കച്ചവടമായിരുന്നു. പിന്നെ അദ്ദേഹം മരക്കച്ചവടത്തിലൊക്കെ പൊളിഞ്ഞു പോയതാണ്. മരത്തിൻ്റെ കേടൊക്കെ പറയും, ഇവിടെ ഒരു തകരാറുണ്ട്, ഇവിടെ ഓട്ട മണ്ണ് വെച്ച് അടച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനം കച്ചവടത്തിൽ പൊളിഞ്ഞതാണ്. ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇവിടെ ഖുത്തുബ ഓതണം. അങ്ങനെ കന്നിത്ത് ഉസ്താദ് ഖുത്തുബ ഓതിയപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. കാരണം മരക്കച്ചവടം ചെയ്യുന്ന ആളെന്നല്ല ജനങ്ങളെ വിചാരം. അപ്പോൾ അങ്ങനെ നമ്മുടെ മഹാന്മാരൊക്കെ എല്ലാ ജോലിയും എല്ലാ അറിവും ഉള്ളവരായിരുന്നു. കന്നിത്ത് ഉസ്താദൊക്കെ കണക്കൂട്ടാൻ പെട്ടെന്ന് കണക്ക് കൂട്ടും. ജോമെട്രിയിലും ആൽജിബ്രയിലും ഇതിലൊക്കെ അപാര
പണ്ഡിതനായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. അങ്ങനെ വലിയ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ്, എല്ലാ സബ്ജക്റ്റിലും അവർ നല്ല പാണ്ഡിത്യം നേടിയവരായിരുന്നു. അല്ലാഹു തആല അവരുടെയൊക്കെ പന്താവിലൂടെ നമുക്കും ചലിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. പിന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റുകളുണ്ടല്ലോ, ഏതെങ്കിലും കുറച്ച് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പിന്നെ അങ്ങനെയുള്ള ഭാഷകളിലോ മാത്രം നോക്കിയാൽ പോരാ, അറബി ഭാഷ നന്നായി പഠിക്കുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് ഖുർആനിൻ്റെ അർത്ഥം ട്രാൻസ്ലേഷൻ നോക്കിയാൽ ഒരു വസ്തുവും തിരിയില്ല. ഖുർആൻ്റെ മലയാളമോ അല്ലെങ്കിൽ ഹദീസ് സഹീഹ് ബുഖാരീൻ്റെ മലയാളമോ പരിഭാഷ വായിച്ചാൽ അതിൻ്റെ ആത്മാവ് റസൂലുള്ള പഠിപ്പിച്ച വിജ്ഞാനത്തിൻ്റെ ആത്മാവിൻ്റെ അടുത്ത് പോലും എത്തുകയില്ല. ആ വിജ്ഞാനത്തിൻ്റെ ഒരു ആത്മാവുണ്ട്, അതിനൊരു ജീവനുണ്ട്. ആ ജീവൻ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് അറബി തന്നെ പഠിക്കണം. അപ്പോൾ മാത്രമേ എന്തുകൊണ്ടാണ് പിന്നെ ഈ ഖുർആൻ്റെ അർത്ഥം അത്ഭുതപ്പെടും. നമ്മൾ അലിഫ് ലാം മീം എന്നൊക്കെ പറയുന്നില്ലേ, അള്ളാഹു അലം ബി മുറാദിഹി ബിദാലിക എന്നാണ് അതിനെപ്പറ്റി വ്യാഖ്യാനം പറയുന്നത്. ഇതിൻ്റെ അർത്ഥം അള്ളാഹ്ക്കേ അറിയുള്ളൂ എന്ന്. എന്നാൽ അതിനെ സംബന്ധിച്ച് അങ്ങേയറ്റം തഹ്ഖീഖായ പല ആളുകൾക്കും അള്ളാഹു തആല അറിവ് കൊടുത്തിട്ടുണ്ട്. അതല്ലേ ചിലവർ പറഞ്ഞില്ലേ, അലിഫ് അള്ളാഹു, ലാമ് ജിബ്രീൽ, മീം മുഹമ്മദ്. അള്ളാഹു തആല ജിബ്രീൽ മുഖേന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയതെന്ന് അർത്ഥം അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല കിതാബുകൾ എടുത്തു നോക്കിയാൽ, എത്രയോ തഫ്സീൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതുപോലെ തഫ്സീർ തന്താവി എടുത്തു നോക്കൂ. തഫ്സീർ തന്താവിയിലാണ് ശാസ്ത്രീയമായിട്ട് എഴുതിയ തഫ്സീറാണ് തഫ്സീർ തന്താവി. പഴയ കാലത്ത് ശാസ്ത്രീയമായിട്ട് എഴുതിയ ഗ്രന്ഥമാണല്ലോ തഫ്സീറാണ്. പിന്നെ ഇത് തഫ്സീർ റാസിയൊക്കെ മനസ്സിലാവും. മറ്റേ ഫഖറുദ്ദീൻ റാസിനെ ഞാൻ പറയുന്നല്ല, അബൂബക്കർ റാസി അല്ല. അബൂബക്കർ റാസി എന്ന് പറയുന്ന ആൾ വലിയ ശാസ്ത്രജ്ഞനും പണ്ഡിതനും മുഫസ്സിറും പല വിവരമുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹമല്ലേ വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച് പറഞ്ഞില്ലേ ഒരിക്കലും അദ്ദേഹം. വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് ഗ്രന്ഥം എഴുതിയ ആളാണ് അബൂബക്കർ റാസി എന്ന് പറയുന്നത്. നമ്മളെ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പല വിഷയത്തിൽ അപാര പാണ്ഡിത്യം ഉള്ള ആളുകളായിരുന്നു. വിജ്ഞാനത്തിൻ്റെ ഉത്തുംഗ ശൃംഖലയിൽ വിഹരിക്കുന്ന വ്യക്തികളായിരുന്നു അവരൊക്കെ. അബൂബക്കർ റാസി പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും ആസ്പത്രി ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, ആസ്പത്രി ഉണ്ടാക്കുമ്പോൾ പിന്നെ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ ശ്രദ്ധിക്കേണ്ടത്? അവിടെ കുറേ ഇറച്ചിയൊക്കെ കെട്ടിത്തൂക്കണം. എന്തിനാണ് ഇറച്ചി കെട്ടി തൂക്കുന്ന ആസ്പത്രി ഉണ്ടാക്കുമ്പോൾ അത് ആവശ്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അറിയാം, പൊതുജനങ്ങളോട് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ അദ്ദേഹം പല സ്ഥലത്തും അബൂബക്കർ റാസി ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ ഇറച്ചി കെട്ടി തൂക്കുകയായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ ഇറച്ചിയൊക്കെ എടുത്ത് വലിച്ചെറിയും. ഇവിടെ ആസ്പത്രിക്ക് പറ്റും, ഇവിടെ ആസ്പത്രിക്ക് പറ്റില്ല എന്ന് പറയും. പിന്നീടാണ് അദ്ദേഹം ജനങ്ങൾക്ക് ബുദ്ധി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. ഞാൻ പല സ്ഥലത്ത് ഇറച്ചി കെട്ടിത്തൂക്കും, മാംസം കെട്ടിത്തൂക്കും. ചില സ്ഥലത്ത് കെട്ടിത്തൂക്കിയ മാംസം പെട്ടെന്ന് കേടുവന്നു പോകും. അവിടെ വായു ശുദ്ധമില്ല എന്നർത്ഥം. ചില സ്ഥലത്ത് പെട്ടെന്ന് കേടുവരില്ല, അവിടുത്തെ വായു ശുദ്ധമാണ്. അവിടെ ഹോസ്പിറ്റലിന് സൂട്ടബിളായിട്ടുള്ള പ്ലേസാണ്, അത് യോജിച്ചതായ സ്ഥലമാണ്. ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്തിരുന്നതെന്ന് അബൂബക്കർ റാസി പറയുന്നുണ്ട്. അങ്ങനെ ധാരാളം അറിവുകൾ. ഇതൊക്കെ അറബി ഗ്രന്ഥത്തിലൂടെ കഴിയുള്ളൂ. അല്ല പ്രൊഫസർ ഹിറ്റി പോലത്തെ ആളുകൾ, അതുപോലെ തന്നെ ധാരാളം ഇംഗ്ലീഷ് ചരിത്രകാരന്മാരൊക്കെ ഇസ്ലാമിലെ ശാസ്ത്രന്മാരെ പറ്റിയൊക്കെ പറയുന്നത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തസൂഫിനെ പറ്റിയിട്ടൊക്കെ ധാരാളം ആളുകൾ എഴുതിയിട്ടുണ്ടല്ലോ. സൂഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കരിമ്പടം ധരിച്ച് നടക്കലായിരുന്നു ആ സൂഫ് എന്ന് പറഞ്ഞാൽ ഈ രോമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അങ്ങനെ ആ വീടിനങ്ങനെ അർത്ഥമുണ്ട്. പക്ഷേ സംഗതി അതല്ലല്ലോ. തസൂഫ് എന്ന് പറഞ്ഞാൽ ആത്മീയ സംസ്കരണ ശാസ്ത്രമാണല്ലോ. മനുഷ്യൻ്റെ ഹൃദയത്തിനെ സംസ്കരിച്ചെടുക്കുകയാണ്. അതിൽ നിന്നാണ് സുഫത്തിൻ്റെ അഹിലുകാരിയിൽ നിന്നാണ് ഈ സൂഫീസൊക്കെ ഉണ്ടായത്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് എപ്പോഴും കൂടുന്ന ഒരു കൂട്ടം സഹാബികളുണ്ടായിരുന്നല്ലോ. അതിൽ നിന്നാണ് ഈ തസൂഫ് സൂഫീസ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ചില ഭൗതികന്മാർ എഴുതിയ ധാരാളം ഗ്രന്ഥം, പ്രത്യേകിച്ച് കർണാടക ഉള്ള ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് MA-ക്കൊക്കെ എടുക്കുമ്പം പഠിക്കാൻ കഴിയുന്നതിന് റെഫർ ചെയ്യുന്ന ഒരുപാട് ഗ്രന്ഥമുണ്ട്. അതിലൊക്കെ ഇസ്ലാമിൻ്റെ ആ റൂഹ് ആത്മാവ് മനസ്സിലാക്കാത്ത ആളുകൾ എഴുതിയ ധാരാളം ഗ്രന്ഥം ഞാനും വായിച്ചിട്ടുണ്ട്. അത് പോരാ, 2 തരം വിജ്ഞാനമുണ്ട്. ഒന്ന് ദീനിൻ്റെ റൂഹ് ആത്മാവ് പഠിച്ച ആളുകൾ, ഒന്ന് റൂഹിൻ്റെ ആത്മാവ് പഠിക്കാത്ത ആളുകൾ. അവർ ജനറലായിട്ട് കുറേ എഴുതി വിട്ടവർ, അവരുടെ യുക്തി ചോദിച്ച് മാത്രം മനസ്സിലാക്കുന്നവർ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വേണ്ടത്ര വിജ്ഞാനം കിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ പണ്ഡിതന്മാരുടെ പന്താവിലൂടെ ചലിച്ച് 2 ലോകത്തും വിജയം കരസ്ഥമാക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഇനിയും പറയാനുണ്ട്, അത് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.